മരണപ്പെട്ട ഭർത്താവിനിക്ക് 20 നോമ്പ് കലാവുണ്ട്, ഭാര്യയ്ക്ക് അത് അവരുടെ പേരിൽ നോറ്റ് വിട്ടാമോ? ഇതാണ് ചോദ്യം. മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ അവരുടെ പേരിലെ നോമ്പ് കലാ ആയ നോമ്പുകളെ നോറ്റ് വീട്ടിയാൽ അത് അംഗീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടും എന്നതാണ് ഇതിന് മറുപടി. അതിന് തെളിവായി പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. ഒരിക്കൽ അള്ളാഹു റസൂലിന്റെ സന്നിധിയിൽ ഒരു സഹാബി വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്നെ ഉമ്മി മാത്തത്ത് റാലിഹ സോമു ഷെഹിരിൻ, ഉമ്മാന്റെ മേലിൽ മാസത്തെ നോമ്പ് കലാ ഉണ്ട്, ഉമ്മ അത് നോൽക്കാതെ പോയിട്ടുള്ളത്. അപ്പൊ അക്ലീഹൻഹ, ഞാനത് നോറ്റ് വീട്ടിയാലും ഉമ്മാനെ കുറിച്ച്. അപ്പൊ അള്ളാഹു റസൂൽ തിരിച്ചു ചോദിക്കുകയാണ്, ലൗകാന അല ഉമ്മിക്ക ദൈനുൻ അകുന്ത ഖാലിഹൻഹ, എന്റെ അമ്മ ആർക്കും 500 കടം കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ കടബാധ്യത വിട്ടുവോ? കാലം ഞാൻ വീട്ടും. എന്നാൽ ഫദൈനുല്ലാഹി അഹഖൻ യഖ്ളാ, ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണിത്. കുതിബ അലൈക്കും സിയാമു എന്നല്ല അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നോമ്പിനെ നീ നോറ്റ് വിട്ടണം. മറ്റൊരു സംഭവത്തിൽ കാണാം, ഒരു പെണ്ണ് അന്നമ്രാഅത്തൻ റക്കീബിനെ, ഒരു ചരിത്രം, അന്നമ്രാഅത്തൻ റക്കീബത്തിൽ ബഹറ, ഒരു പെണ്ണ് ബഹർ യാത്ര നടത്താണ്, കടൽ കൂടെ യാത്രയാണ്. അപ്പൊ കടൽ യാത്ര ഒരു ബേജാറൊക്കെ ഉണ്ടാവില്ലേ, പഴയ കാലമല്ലേ. അപ്പൊ നദറത്ത്, ആ പെണ്ണ് നേർച്ചയാക്കി, ഞാൻ ഈ യാത്രയിൽ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടാൽ അൻ തസൂമ ഷഹ്റ, ഒരു മാസം നോമ്പ് നോറ്റ് വീട്ടും. നേർച്ചക്കടാണ്. ആ യാത്ര സുരക്ഷിതമായി. പക്ഷേ ആ ഒരു മാസം നേർച്ചയാക്കിയ നോമ്പ് നോറ്റ് വിട്ടാണെന്നോ ഉമ്മാക്ക് സാധിച്ചില്ല, മരണപ്പെട്ടു. ആ ഉമ്മയുടെ ഫജാഅത്ത് ബിന്തുഹ, അപ്പൊ ഉമ്മാന്റെ മോള് റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഉമ്മ നേർച്ചയാക്കിയിരുന്നു, അപ്പൊ ആ നോമ്പ് എന്താവും? ഫഅമറഹ അൻ തസൂമൻഹ, ആ നോമ്പ് നോറ്റ് വിട്ടാൻ റസൂലുള്ളാഹി മോളോട് കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ മരണപ്പെട്ട ആളുടെ മേലുള്ള നിർബന്ധ ബാധ്യതയായിട്ടുള്ള നോമ്പുകൾ ബന്ധുക്കൾ നോറ്റ് വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടും എന്നതാണ് മറുപടി. ഇനി അവിടെ തന്നെ ഇമാം നവവി തങ്ങൾ ശറഹുൽ മദവിൽ പറഞ്ഞ ചർച്ച പ്രത്യേകം ശ്രദ്ധയാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചല്ലേ ഭർത്താവിന് 20 നോമ്പുണ്ട്, ഇപ്പൊ നമ്മൾ മറുപടി കേട്ട് ഉമ്മയെ തയ്യാറാകും. അപ്പം ഭാര്യ തന്നെ ഇപ്പൊ 20 നോമ്പ് നോറ്റ് വിട്ടാലും കുഴപ്പമില്ല. ഇനി അതിൽ ഈ മരണപ്പെട്ട ആൾക്ക് മക്കളും പേരമക്കളൊക്കെ പാടായിട്ട് 20 ആളുകളുണ്ട് നോട്ടിയോളി. 20 ആളും കൂടി ഒരു ദിവസം തീരുമാനിച്ചു. ഒരു ദിവസം വേറെ ദിവസം ഓരോ നോമ്പ് ഓരോരുത്തരും നോക്കാം, 20 നോമ്പല്ലുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഒരു ദിവസം തീരുമാനിച്ചോളി, പേരക്കുട്ടികളും മക്കളെല്ലാവരും കൂടി മരണപ്പെട്ട ആൾ 20 നോമ്പ് നോറ്റ് വിട്ടാൽ തീരുമാനിച്ചാൽ അങ്ങനെ ആയാലും അത് സ്വീകരിക്കപ്പെടും എന്ന് ഇമാം നവവി തങ്ങൾ ശറഹുൽ മദവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ആളുടെ നോമ്പ് അതിനെ മുദ്ദ് നിർബന്ധമാകുന്നത്, അതിന്റെ മുദ്ദു തഹീർ, മുദ്ദുൽ ഖലാ, അതായത് റമദാനിൽ നോമ്പ് ഖലായായി, അടുത്ത റമദാൻ വരുന്നതിന് മുമ്പും അത് ഖലാ വീട്ടിയില്ല. എന്നാൽ അയാളുടെ മേലിൽ 2 മുദ്ദുണ്ട്. ആ 2 മുദ്ദിൽ ഒരു മുദ്ദ് ഖലായിന്റെ മുദ്ദാണ്, മറ്റൊന്ന് പിന്തിച്ചതിന്റെ മുദ്ദാണ്. ഖലായതിന്റെ മുദ്ദ് കുടുംബക്കാർ മറ്റോ നോറ്റ് വീട്ടിയാൽ ആ മുദ്ദ് ഒഴിവാകും, പിന്തിച്ചതിന്റെ മുദ്ദ് വേറെ ബാക്കിയാകും. അതിനെ വിശദമായിട്ട് പറയാനുണ്ട്. ഇപ്പൊ ചോദ്യത്തിന് മറുപടി, കുടുംബക്കാർക്ക് അങ്ങനെ നിർബന്ധ ബാധിതരായിട്ടുള്ള മരണപ്പെട്ട ആളുകൾ നോമ്പിനെ നോറ്റ് വീട്ടാമെന്നത്.